അപ്പോൾ ഇന്ന് തണുത്ത് വിറച്ചിട്ടാണ് കേട്ടോ എണീച്ചത്. നല്ല മഴ ഉള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് രാവിലെ തന്നെ. എന്നാലാണ് എണീക്കാൻ പറ്റുള്ളൂ, അത്ര തണുപ്പാണ്. നല്ല മഴ 2-3 ദിവസമായിട്ട് നല്ല മഴയായിരുന്നതുകൊണ്ട് അമ്മേനെ കൊണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചൂട്ടോട് കൂടി ഉഴുന്നുവട ഇങ്ങനെ ഉണ്ടാക്കണ കണ്ടു. അപ്പോൾ അത് മേടിച്ച് വന്നിട്ട് അതൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ അത് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ വേറെ ഒന്നും കഴിച്ചില്ല കേട്ടോ. അതിന് ശേഷം വേഗം പോയി കുളിച്ചിട്ട് വന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു, എന്നാലും കുളിച്ചു കേട്ടോ. എല്ലാവരുടെയും നല്ല മഴയാണെന്ന് അറിയാം, എല്ലാവരും സേഫായിട്ട് ഇരിക്കണു വിചാരിക്കുന്നു. ഇവിടെ കിണറൊക്കെ നിറയാറായി കേട്ടോ, ഇനി കുറച്ചും കൂടി ഉള്ളൂ. തലേ ദിവസം നോക്കുമ്പോൾ ഇനി ഒരു 4 ഇതും കൂടി നിറയാണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ നോക്കിയപ്പോഴേക്കുണ്ട് നിറയാറായി. അപ്പോൾ ഇതാ കണ്ടോ, കിണർ നിറഞ്ഞു. ഇനി കുറച്ചും കൂടി നിറയാവുള്ളൂ. അപ്പോൾ പിന്നെ കപ്പ് കൊണ്ടൊക്കെ എടുത്തിട്ട് നമുക്ക് വെള്ളം എടുക്കാം കേട്ടോ, കോരേണ്ട ആവശ്യമില്ല. തറവാട്ടിലൊക്കെ ആകുമ്പോൾ അങ്ങനെ ഇരുന്നു, കപ്പ് കൊണ്ടൊക്കെ അങ്ങനെ മുക്കിയെടുക്കാൻ പറ്റും, അത്രയ്ക്ക് നിറയായിരുന്നു. ഇനിയിപ്പോൾ മോട്ടറൊക്കെ കയറ്റണം, കുറച്ചൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിറഞ്ഞില്ല. പിന്നെ രാവിലെ ഒന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് വേഗം ചോറുണ്ട്. ചെറിയ പ്ലേറ്റിലായതുകൊണ്ട് കുറച്ച് കഴിക്കുള്ളൂ. അപ്പോൾ ചോറും പരിപ്പ് കറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു സ്പെഷ്യൽ ഒരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ് മുട്ടയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കി. ഉപ്പേരി ഉണ്ണിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പം അതിന് ശേഷം ഞാൻ അങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ ഒരു ബ്രൈറ്റനിങ്ങിൻ്റെ ഒരു മാസ്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തു. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ തോല് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കല്ല വെച്ചാൽ ഉരുളക്കിഴങ്ങും ഇങ്ങനെ ചെറുതേ സ്ലൈസായിട്ട് പീൽ ചെയ്തിട്ട് അതും അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ബാക്കിൽ കൂടെ ഉണ്ണി വന്നിട്ട് നോക്കുകയാണ് ഞാൻ എന്താ ചെയ്യണതെന്ന്. അപ്പോൾ ഫുൾ അതൊന്ന് വെച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റനിങ് ആണ്. പിന്നെ കണ്ണിൻ്റെ അടിയിലുള്ള ഡാർക്ക് സർക്കിൾസും പിന്നെ ടാനൊക്കെ പോവാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു മാസ്കാണ് കേട്ടോ. അപ്പോൾ അത് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ലൊരു റിസൾട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ആ പാക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞതിന് ശേഷം അപ്പം തന്നെ ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ച് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ വെള്ള കയ്യിൽ തന്നെ ഉണ്ടാവുമല്ലോ, അപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുണ്ടാവും. അതിനുശേഷം ഞങ്ങൾ വൈകുന്നേരം ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പുതിയൊരു ഡ്രസ്സ് മേടിച്ചതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കൈൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ എലാസ്റ്റിക്കായിട്ട്. പിന്നെ അപ്പോൾ ഇതൊരു ഫ്രോക്ക് മോഡലാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സായിരുന്നു. മഴയാകുമ്പോൾ നമുക്ക് ചൂട്ടോട് കൂടി എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുമല്ലേ. അങ്ങനെ രാത്രി ഞാനൊരു വെജ് നൂഡിൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.